നവരാത്രി ദിനത്തിൽ ശ്രദ്ധേയമായി പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ അരങ്ങേറിയ ചെണ്ടമേളം 13 അംഗ സംഘത്തിന്റെ കുറുങ്കുഴലായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായത്. 11 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളായിരുന്നു മേളത്തിൽ കുറുങ്കുഴൽ ഊതിയത്. നവരാത്രി ദിനത്തിൽ പുതിയകാവിനെ അവിസ്മരണീയമാക്കി ചെണ്ടമേളം. മേളയിൽ 13 അംഗ സംഘത്തിന്റെ കുറുങ്കുഴലാണ് ഏറ്റവും ശ്രദ്ധേയമായത്. 11 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള 12 സ്ത്രീകളാണ് കുറുങ്കുഴലൂതിയത്. ഇത് ആദ്യമായാണ് കേരളത്തിൽ ഇത്തരമൊരു കാഴ്ച. 2 വർഷം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ഇവർ വേദിയിലെത്തിയത്. കൂടുതൽ ഇപ്പോൾ മേളത്തിൽ പങ്കെടുക്കുമ്പോഴത്തേക്കും 1, 2 അല്ലെങ്കിൽ 3 പെൺകുട്ടികളാണ് സാധാരണ കുറുങ്കുഴലായാലും മേളത്തിൽ പങ്കെടുക്കുന്നത്. ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരു മേളത്തിൽ എത്ര കുറുങ്കുഴലുണ്ടോ അതിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാ പെൺകുട്ടികളായിട്ട് കേരളത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു മേളം ഉണ്ടാവുന്നത്. മേളപ്രമാണി പുതിയകാവ് രതീശന്റെ നേതൃത്വത്തിലായിരുന്നു പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ചെണ്ടമേളം അരങ്ങേറിയത്. സ്ത്രീകളുടെ പങ്കാളിത്തം ഈ മേഖലയിൽ ഉറപ്പുവരുത്തുക, പുതിയ തലമുറയ്ക്ക് കൂടി മേളത്തിന്റെ അറിവ് പകർന്നു നൽകുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. ക്ഷേത്ര കലകളെല്ലാം പകർന്നു കൊടുക്കാൻ പുതുതലമുറയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും അവർ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് അതങ്ങോട്ട് തീരും. അപ്പോൾ നമ്മുടെ കുട്ടികളെ സജീവമായിട്ട് ഈ മേളകലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുഴൽ, ചെണ്ട അങ്ങനെ എല്ലാ വാദ്യവിഭാഗങ്ങളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഈ പുതിയകാവിനും ഈ ക്ഷേത്രത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനം തന്നെ. അതിൻ്റെ പ്രതിഫലമൊന്നും ഇല്ലാതെ തന്നെ ആണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത്. അൻപതാതും രതീഷിൻ്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹത്തിനും അൻപതാനും പിന്നെ 100 ശിഷ്യന്മാരായി. അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്. എനിക്ക് പണ്ട് മുതലേ എന്തെങ്കിലും പഠിക്കുന്ന ഇഷ്ടമാണ്. പാട്ട് പാടാൻ അറിയില്ല. അപ്പം ഞാൻ മോനെ കൂട്ടാന്ന് വിളിച്ചിരുന്ന ആളാണ് എൻ്റെ ആശ. ഇപ്പം എന്ത് വിളിക്കണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ചോദിച്ചപ്പോൾ എന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. എൻ്റെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ചതാണ്. നീണ്ട 2 മണിക്കൂർ നേരമാണ് ചെണ്ടമേളം അരങ്ങേറിയത്. ശരത്തമ്പാട്ടുകാവിനൊപ്പം സ്നേഹാമോൾ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.